ഹലോ, ഞാൻ സുനി സജീവ്, രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മോട്ര, ഓപ്പോസിറ്റ് രേവതി വെഡിങ് കളക്ഷൻ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വതന്മയുണ്ടാകട്ടെ. സമാധാനവും സന്തോഷവും സ്വസ്ഥയും നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ. സമ്പൽ സമൃദ്ധിയാൽ യേശുമ്പരാൻ നിറയ്ക്കട്ടെ. ദീർഘായുസും പൂർണ്ണ ആരോഗ്യവും തന്ന് തൃപ്തി വരുത്തട്ടെ. ഈ പൂർണ്ണ ആരോഗ്യത്തിനും ദീർഘായുസിനൊക്കെ വലിയ വിലയാട്ടോ. ആരോഗ്യത്തിന് എന്ത്, നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഭൂമിക്ക് ഒരു അനുഗ്രഹമായി മാറട്ടെ. ഭൂമിക്ക് ഭാരമാകാതെ പൂർണ്ണ ആരോഗ്യത്തിൽ ദൈവം മതിയായ നമ്മളെ കാത്ത് ഇങ്ങനെ ഞാൻ അനന്യം തന്നെ നരച്ചാലും ഞാൻ നിന്നെ ചുമന്ന് വിടുവിക്കൂ എന്ന് പറഞ്ഞ യേശുമ്പരാൻ നമുക്ക് കൂട്ടായിട്ട് കാണട്ടെ. ഒരു കാലത്തും നിൻ്റെ യൗവനം ഞാൻ കഴുകനെപ്പോലെ പുതുക്കി തരുമെന്ന് പറഞ്ഞ യേശുമ്പരാൻ എൻ്റെ കർത്താവായത് കാരണം ഞാൻ എപ്പോഴും എനിക്ക് 31 വയസ്സെന്നേ പറയുള്ളൂ. അങ്ങനെ നാവി പറയണ സംഭവിക്കട്ടെ. ഇങ്ങനെ അയ്യോ 10 പ്രായം ഇതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട. നമ്മൾ യേശു എന്തു പറഞ്ഞോ അത് മാത്രം സ്വീകരിക്കുക. നമ്മൾ യേശുവിൻ്റെ പുറകെ തന്നെ ഒടുക. ലോകം മുഴുക്കനും ക്രിസ്തു വർഷം ഫോളോ ചെയ്യണം. പിന്നെ നമ്മൾ ക്രിസ്തുവിനെ ഫോളോ ചെയ്താലിന് കുഴപ്പം. അപ്പോൾ ഞാൻ ക്രിസ്ത്യാനിയുടെ യേശുവിൻ്റെ കാര്യമല്ല പറഞ്ഞാൽ, ലോകത്തിൻ്റെ രക്ഷകനായ ഗൂഗിളിൽ അടിച്ചു നോക്കുക, യേശു എന്ന് അടിച്ചു നോക്കുക. ലോകത്തിൻ്റെ രക്ഷകൻ എന്നാ പറഞ്ഞെ. വേറെ ഒരു മതത്തിൻ്റെ ദൈവത്തിനെ അടിച്ച ഇന്ന മതത്തിൻ്റെ ദൈവം എന്നാ പറഞ്ഞെ. യേശുവിനെ മാത്രമാണ് ലോകത്തിൻ്റെ രക്ഷകൻ എന്ന് തന്നെ. ആ ലോകരക്ഷകൻ്റെ നാമത്തിൽ സർവ്വതന്മയുണ്ടാകട്ടെ. അപ്പോൾ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ സ്വാ ഡയമണ്ട്സിൻ്റെ പുതിയ ഇയർ റിങ്സ് ഒത്തിരി വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, എല്ലാം 11,500 മേളിലാട്ടോ അങ്ങനെ വില വരും കേട്ടോ. ഇത് കണ്ടോ, എന്ത് വെറൈറ്റിയാന്ന് നോക്കിയാൽ ഒരു ചെറിയ ഹാങ്ങിങ്, നല്ല രസമില്ലേ? ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ ചാടി ഇതെടുത്ത്, നല്ല രസമില്ലേ? ഈ സ്വാ ഡയമണ്ട്സിൻ്റെ ഗുണം എന്നാണെന്നറിയാവോ? നമ്മളിപ്പോൾ ഇതൊക്കെ എടുത്തു, കുറേ നാളിതിട്ട് ബോറടിച്ചു എന്ന് വെച്ചോ, ഒരു വർഷമൊക്കെ കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു കൊടുത്താൽ MRPയിൽ ഇതെല്ലാം MRPയിൽ 5% കുറച്ചിട്ട് അവർ നമുക്ക് വേറെ ഐറ്റം എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒത്തിരി ഗുണമുണ്ട് സ്വാ ഡയമണ്ട്സിന്. അതൊരു വലിയ ഗുണം കേട്ടോ. ഞങ്ങൾക്ക് എന്നാ ഗുണം എന്ന് വെച്ചാൽ, ഇവരിത് നമ്മൾ തുടങ്ങിയിട്ട് ഇപ്പോൾ കുറച്ച് നാളല്ലേ ആയുള്ളൂ, 2 മാസമല്ലേ ആയുള്ളൂ. അതിനിടയ്ക്ക് ഒരു 4-5 പ്രാവശ്യം പുതിയ ഐറ്റംസ് കയറ്റി. അപ്പം നമുക്ക് എപ്പോഴും പുതിയ ഐറ്റം വരും. ഇത് എന്തുമാത്രം നമുക്ക് ചിലവായെന്നറിയാമോ? കുഞ്ഞ് ജിമുക്ക ഡയമണ്ട്സിൻ്റെ. അതുപോലെ ഇതൊക്കെ സൂപ്പർ, എല്ലാ അടിപൊളി പാറ്റേൺസ് അല്ലേ നോക്കി, നല്ല സൂപ്പർ പാറ്റേൺ. അപ്പോൾ ഇതൊക്കെ ചെറുത് സെക്കൻഡ് സ്റ്റഡായിട്ട് യൂസ് ചെയ്യാട്ടോ. ഇതൊക്കെ സെക്കൻഡ് സ്റ്റഡായിട്ടും വേണം യൂസ് ചെയ്യാം, മുക്കൂത്തിയായിട്ട് യൂസ് ചെയ്യാം. അതിൻ്റെ എല്ലാം വേറെയും വൻ കളക്ഷനുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ പാറ്റേണും നല്ല വെറൈറ്റി, ഇതൊക്കെ നല്ല പാറ്റേണുകളാട്ടോ. അപ്പോൾ ഇന്ന് ഓർത്തുകൊണ്ട് ഇത്രയും വിലയും കുറഞ്ഞത് കൊണ്ട് കേട്ടോ. ഞാനിപ്പോൾ 2 ബോക്സ് എടുത്തു വെച്ചു എന്നുള്ളൂ. ഈ പുതിയ ഐറ്റം വന്നതെല്ലാം കൂടെ ഫില്ല് ചെയ്ത് 2 ബോക്സ് എടുത്തു വെച്ചതാണ്. എല്ലാം പുതിയ വെറൈറ്റി വന്നേക്കണെയാണ്. അപ്പോൾ ഇങ്ങനെ സ്വാ ഡയമണ്ട്സിന് ഒത്തിരി നമുക്ക് ബെനിഫിറ്റ് ഉണ്ട്. ഇപ്പോൾ അവരുടെ ഏത് ബ്രാഞ്ചിൽ കൊടുത്താലും നിങ്ങൾക്ക് ഇത് തിരിച്ച് ക്യാഷ് റിട്ടേൺ വേണമെങ്കിൽ, ഞാൻ പറഞ്ഞില്ലേ 5% MRP കുറച്ച് അവർ ക്യാഷ് റിട്ടേൺ വേണമെങ്കിൽ ക്യാഷ് റിട്ടേണും തരും. നമുക്കങ്ങനെ ഒത്തിരി ബെനിഫിറ്റ് ഉണ്ട്. ഞങ്ങൾക്ക് ഒത്തിരി സൗകര്യമാണ്. ഞങ്ങൾക്ക് ഒത്തിരി പ്രോഫിറ്റൊന്നും സ്വാ ഡയമണ്ട്സിലില്ലേലും നമുക്ക് എപ്പോഴും ഈ ഡയമണ്ട് മേടിച്ചിട്ട് വിറ്റ് പോയില്ലെങ്കിൽ അത് തന്നെ കാണിച്ചുകൊണ്ടിരിക്കണ്ടേ. എനിക്കാണെങ്കിൽ ഓൺലൈൻ കാണിക്കാൻ എപ്പോഴും പുതിയത് വേണം. അപ്പോൾ പോയില്ലെങ്കിൽ അവരെപ്പോഴും പെട്ടെന്ന് മാറ്റി പുതിയത് വെക്കുന്നുമുണ്ട്. നല്ല ചിലവാട്ടോ. ഞാൻ ഡയമണ്ട്സ് ഇത്രയും ചിലവ് വരുമെന്ന് ഓർത്തില്ല. നമ്മുടെ കടയിൽ ഒരു ഭയങ്കര ചിലവുള്ള സംഭവമാണ്, ഭയങ്കര പെട്ടെന്ന് തീരുന്ന ഒരു സംഭവമാണ് സ്വാ ഡയമണ്ട്സ്. അപ്പോൾ ഡയമണ്ട്സ് ഇത്രയും, എനിക്ക് വലിയ ഡയമണ്ട് ക്രേസ് ഒന്നും ഇല്ലായിരുന്നു. ഇങ്ങനെ എല്ലാവരും ഡയമണ്ട് മേടിച്ചു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒരു കൊതിയായിട്ട് ഞാനൊരു ചെറിയ, എൻ്റെ അഭിപ്രായത്തിൽ ഡയമണ്ട് മേടിച്ചാൽ പെട്ടിയുടെ അകത്ത് വയ്ക്കാണ്ട് സ്ഥിരം ഇടണം. ഞാനിത് സ്ഥിരം ഇടും. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. ഇത്രയും കാശ് മുടക്കി മേടിച്ചിട്ട് എപ്പോഴും പെട്ടിയുടെ അകത്ത്. അപ്പോൾ ഇതാകുമ്പോൾ ചെറിയൊരിതാകുമ്പോൾ, വലുതൊക്കെ മേടിച്ചൊന്നും ഇടാൻ പറ്റുമല്ലോ കേട്ടോ, ഫംഗ്ഷൻ മാത്രം. ഇതിങ്ങനെ ഇട്ടാൽ നമുക്കൊരു ചെറിയ 18 ക്യാരറ്റിൻ്റെ ഒരു ചെറിയ മാല, ഇങ്ങനെ ഒരു ഡയമണ്ടിൻ്റെ ലോക്കറ്റൂടെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്കത് നല്ല സൂപ്പറല്ലേ. അപ്പോൾ ഇത് 6-7 വർഷമായിട്ടും ഇത് കഴുത്തേക്ക് ഇങ്ങനെ കിടക്കുക, ഒരു കുഴപ്പമില്ല. 18 ക്യാരറ്റിൻ്റെ മാലയാണ്. അപ്പോൾ ഡയമണ്ടും ഇത് 18 ക്യാരറ്റിലാട്ടോ വന്നെ ഡയമണ്ട്. 18 ക്യാരറ്റിലാണ് ഇത്രയും ഫിനിഷിങ് കിട്ടുള്ളൂ. ഡയമണ്ട് പണിയുമ്പോൾ ഫിനിഷിങ് വന്നെങ്കിൽ 18 ക്യാരറ്റിലാണ് വരുള്ളൂ എന്നാണ് പറയണത്. എന്നോർത്ത് നമുക്ക് ഡയമണ്ട് മേടിച്ച് 916 പണിയാട്ടോ. എന്നെ ഒരു കൊച്ച് കാണിച്ചു തന്നെ, പക്ഷേ ഒരു ലുക്കുമില്ല, ഫിനിഷിങ് ഇല്ല പണിക്ക്. അപ്പോൾ ഇങ്ങനെ ഒത്തിരി കളക്ഷനുണ്ട്. അതുകൂടാണ്ട് നമ്മളിത് ഓൺലൈനിൽ അയച്ചു തരും കേട്ടോ. അങ്ങനെ നമുക്ക് ഓൺലൈൻ ഇതുണ്ട്, സർവീസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നമ്മളോട് ചോദിച്ചാൽ മതി. സ്ക്രീൻഷോട്ട് എടുത്ത് എൻക്വയറി നമ്പറില്ലേ അതിൻ്റെ വാട്സപ്പിൽ അയച്ചു കൊടുത്താൽ മതി. ഇതിലൊരു എൻക്വയറി നമ്പർ കിടപ്പുണ്ടല്ലോ, അപ്പോൾ അതിലേക്ക് അയച്ചു കൊടുത്താൽ മതി. ആ കൊച്ച് റിപ്ലൈ തരും. അപ്പോൾ അങ്ങനെ നമുക്ക് റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ എൻ്റെ മൊബൈൽ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. 9447575564.
ഒരു ആംബുലൻസ് പോയാലും കേട്ടോ നിങ്ങൾ നമ്പർ 9447575564. ആംബുലൻസ് പോകുമ്പോൾ പ്രാർത്ഥിക്കണം എന്നാണ് പറഞ്ഞത് എൻ്റെ യേശു. അപ്പോൾ അതിലെ രോഗിക്ക് സൗഖ്യം ഉണ്ടാകട്ടെ. അപ്പോൾ നമ്മളോട് പ്രാർത്ഥിക്കാനാണ് പറഞ്ഞേക്കണേ. ഇന്ന് വലിയ രസം ഉണ്ടായിട്ടോ. ഇന്നിവിടെ ഞാൻ വെഡിങ് കളക്ഷനിൽ പറഞ്ഞായിരുന്നു. ഇന്നിവിടെ ഒരു കൊച്ചു സ്വർണ്ണം മേടിക്കാൻ കഴിഞ്ഞ മാസം വന്നായിരുന്നു അമ്മയുടെ കൂടെ. അപ്പോൾ മോളെ അമ്മയ്ക്ക് എടുക്കണം, മോക്കെടുക്കണില്ലേന്ന് വെച്ച് ഞാൻ CA ടെസ്റ്റ് ചെയ്തേക്കോ, ജയിച്ച് കഴിഞ്ഞാൽ വരാമെന്ന് പറഞ്ഞു. നമ്മൾക്കിടെ ഉത്തരവാദിത്തമല്ല ആരെങ്കിലും പരീക്ഷ ചെയ്ത്, നമുക്കിടെ ഉത്തരവാദിത്തം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് ആണ് നമ്മളെ ആക്കിയേക്കണേ. യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ദൈവമേ കൊച്ചു ജയിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. ആ കൊച്ചെന്ന് വന്നേക്കോ CA പാസ്സായെന്ന് പറഞ്ഞ് ഇന്ന റിസൾട്ട് തന്നെ CA പാസ്സായെന്ന് പറഞ്ഞ് റിങ്ങും എടുത്തുകൊണ്ട് പോയി. ഞങ്ങൾക്കൊക്കെ ലഡുവും മേടിച്ചുകൊണ്ട് തന്നു. അപ്പം നമ്മൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടവരായതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കും. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു ലഡു തിന്നാൻ പറ്റിയില്ലേ? അവിടെ പ്രവർത്തിക്കുന്നത് യേശുമ്പരാനാണ്. നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചാൽ മാത്രം മതി, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടൊന്നുമല്ല, ഒരു നാവ് യേശുമ്പരാന് വേണമായിരുന്നു, അത്രമാത്രം. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങനെ ഞാൻ എന്ന് പറഞ്ഞ സംഭവമില്ല. ഞാൻ എന്ന് പറയുന്നത് അഹങ്കാരം, പിശാച. അപ്പോൾ എല്ലായിടത്തും പ്രവർത്തിക്കുന്നതും അത്ഭുതം കാണിക്കുന്നതും ഒരേ ഒരാളാണ്, സർവ്വമഹത്വം യേശുമ്പരാന്. അപ്പോൾ പിന്നെ അതിമനോഹരമായ 2 സ്കീമുണ്ട് കേട്ടോ. നമ്മളൊരു സ്കീമിൽ കൂടുമ്പോൾ നിങ്ങൾ ഏത് കടയിലായാലും എവിടെ സ്കീമിൽ കൂടിയാലും ഭയങ്കര ബെനിഫിറ്റാട്ടോ നിങ്ങൾക്ക്. അതെന്നു വെച്ചാൽ നമുക്ക് തന്നെ അറിയാം നമ്മൾ സ്കീമിൽ കൂടുന്നവർക്ക് എത്ര ഡിസ്കൗണ്ടാണ്, ഓഫറാണ് ഇങ്ങനെ പണിക്കൂലിയിലൊക്കെ പറഞ്ഞേക്കണേന്നറിയാം. നമുക്കടെ കടയിൽ എല്ലാം പുതിയ ഐറ്റംസാണ്. എന്തുമാത്രം ഞാൻ ഡിസംബർ മുതൽ ഒരു 6 മാസം ഒരു 5 മാസത്തോളം തിരഞ്ഞെടുത്തതാണ് ഈ കടയിലെ സംഭവങ്ങൾ. അല്ലാണ്ട് അധികം ഇങ്ങനെ ഊണറി എല്ലാ കടയിലും ഉള്ളത് വേണ്ടാലോ എന്ന് ഓർത്തുകൊണ്ടാണ്. എല്ലാ കടയിലും ഉള്ള ഐറ്റം എന്തിനാ ഇവിടെ വന്നെടുക്കണ്ടല്ലോ, ആ കടയിലായാലും ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ മോറ്റ തുടങ്ങിയപ്പോൾ ഞാൻ ഒരു ഐറ്റം ഇവിടെ നിന്നൊന്നും എടുക്കാറില്ലായിരുന്നു. ഞാൻ എന്ത് പർച്ചേസ് ചെയ്യുമ്പോൾ എൻ്റെ കല്യാണത്തിന് മുതൽ എറണാകുളത്ത് നിന്ന് എടുത്തേക്കണേ. അതൊരു 3-4 കടയിൽ ഓട്ടോറിക്ഷ കയറി ഇങ്ങനെ നടന്ന് ഞാൻ എടുക്കുകയുള്ളൂ കേട്ടോ. അപ്പം അങ്ങനെയാണ് എൻ്റെ സ്വഭാവം. ഞാൻ ഓർത്തിങ്ങനെ വെറൈറ്റി കളക്ട് ചെയ്യാൻ നമുക്കിങ്ങനെ അങ്ങനെയൊക്കെ കൊണ്ടുവന്നാലല്ലോ നമുക്ക് ഇങ്ങനെ എറണാകുളത്തിൽ പോകണ്ടല്ലോ. അപ്പോൾ ഒത്തിരി വെറൈറ്റി നമുക്ക് കിട്ടുമല്ലോ. അപ്പം അങ്ങനെ നമുക്ക് ഇവിടെ തുടങ്ങാമെന്ന് വെച്ചത്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ സ്കീം 11 മാസത്തെയാണ്, ഒത്തിരി ബെനിഫിറ്റ് ഉണ്ട്. അപ്പോൾ എൻ്റെ മൊബൈൽ നമ്പറിയിട്ട് കോൺടാക്റ്റ് ചെയ്യുക. അത് നിങ്ങൾക്ക് ഒത്തിരി ഗുണമാകും, ഞങ്ങൾക്കും അതൊരു അനുഗ്രഹമായി മാറും. യേശുമ്പരാൻ 2 കൂട്ടർക്കും ഒരു അനുഗ്രഹമാക്കി മാറ്റും. പിന്നെ നിങ്ങൾക്ക് തിരുവനന്തപുരത്ത് നിന്നൊക്കെ കൂടുന്നവർ വിളിച്ചു വെച്ചാൽ ഞങ്ങൾക്ക് എങ്ങനെയാണ് അത് ഓൺലൈൻ അയച്ചു തരാം. അപ്പോൾ ഒന്നും പ്രോബ്ലം ഇല്ല. അപ്പോൾ സ്കീമിൽ കൂടണം, മിനിമം 1000 രൂപ വെച്ച് മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒത്തിരി ഗുണമുണ്ട്. അപ്പോൾ ഓൺലൈനും ഉണ്ട്, പിന്നെ സൺഡേ കട ഓപ്പണുമാണ്. അപ്പോൾ എല്ലാവരും രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വിസിറ്റ് ചെയ്യൂ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.